بسم الله الرحمن الرحيم. പാലക്കാട്ടിൽ നിന്ന് സുബൈറിൻ്റെ ചോദ്യമാണ്. ഒരു ക്രിസ്ത്യൻ മിഷനറിയുടെ പ്രസംഗത്തിൽ നിന്നുള്ളതാണ് ഈ ചോദ്യം. അദ്ദേഹം പറയുന്നത്, ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നത് വ്യത്യസ്ത തരം ഖുർആനുകളാണ്. ഇതേപോലെയുള്ള 26ഓളം തരം ഖുർആനുകളുണ്ട്. എന്നാൽ ഇക്കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് അക്ബർ സാഹിബ് അടക്കമുള്ള പ്രസംഗകന്മാർ ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം ഒരേ ഖുർആനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത്. ഖുർആനിൽ മാറ്റത്തിരുത്തലുകൾ വന്നിട്ടുണ്ട് എന്നതിന് ഈ 26 തരം ഖുർആനുകൾ തന്നെ തെളിവാണ്. എന്താണ് ഇതിന് താങ്കളുടെ വിശദീകരണം? പരിശുദ്ധ ഖുർആനിൽ മാറ്റത്തിരുത്തലുകളൊന്നും വന്നിട്ടില്ല എന്നും അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്നുമുള്ള വസ്തുതകൾ ഇസ്ലാമിക പ്രബോധകർ ലോകത്തോട് വിളിച്ചു പറയാറുണ്ട്. അത് പറയുമ്പോൾ ഈയിടെയായി ക്രിസ്ത്യൻ മിഷനറിമാർ പരിശുദ്ധ ഖുർആനിന് 26 തരം ഖുർആനുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ സംശയത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സാധാരണ മുസ്ലിങ്ങളടക്കം ഈ വാദം കേൾക്കുമ്പോൾ ആശ്ചര്യപ്പെട്ടു പോകും. എന്താണ് യാഥാർത്ഥ്യം? ഖുർആൻ്റെ അവതരണത്തെയും ഖുർആനിൻ്റെ ചരിത്രത്തെയും കുറിച്ച് വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഇത്ഖാൻ ഫിൽ ഉലൂമിൽ ഖുർആൻ, അതേപോലെ തന്നെ ഇബ്നു അബീ ദാവൂദിൻ്റെ കിതാബുൽ മസാഹിഫ്, ഈ ഗ്രന്ഥങ്ങൾ ഖുർആനിക വിജ്ഞാനീയങ്ങളിൽ അപഗാഢമായ പഠനം നടത്തുന്ന പണ്ഡിതന്മാർ ഉപയോഗിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. ഖുർആനിൻ്റെ പ്രത്യേകിച്ച് മുസ്ഹഫിൻ്റെ ചരിത്രം ഈ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ള നിലക്ക് അത് സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് പഠിപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ ചരിത്രം വിശദീകരിക്കുന്ന പഠിക്കുന്ന പണ്ഡിതന്മാർ മാത്രമേ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാറുള്ളൂ. ഈ ഗ്രന്ഥങ്ങളെ പഠിച്ചുകൊണ്ട് കളക്ഷൻ ഓഫ് ദി ഖുർആൻ എന്ന പേരിൽ ഒരു പുസ്തകം ജോൺ ബർട്ടൺ എന്ന ഓറിയൻ്റലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഒരു പഠനമാണ്. അദ്ദേഹം ഉന്നയിച്ച വാദങ്ങളെ അതേപോലെ എടുത്തുകൊണ്ട് ഈയിടെയായി കുറേ ക്രിസ്ത്യൻ മിഷനറിമാർ ഇൻ്റർനെറ്റിൽ മുന്നോട്ട് വരാറുണ്ട്. ആ വാദങ്ങളുടെ ഭാഗമാണ് മലയാളത്തിലെ ചില ക്രൈസ്തവ മിഷനറിമാരും ഉന്നയിക്കുന്നത്. സത്യത്തിൽ എന്താണ് വസ്തുത? പരിശുദ്ധ ഖുർആനിൻ്റെ സത്യതയെയോ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന വസ്തുതയെയോ നിഷേധിക്കുന്നതാണോ ഇത്തരം കാര്യങ്ങൾ? നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ 40ാമത്തെ വയസ്സിൽ അവതരിപ്പിക്കപ്പെടാൻ ആരംഭിച്ചു. പ്രവാചകൻ അവതരിപ്പിച്ചത് പ്രവാചകൻ ഖുറൈശിയാണ് എന്നുള്ള നിലക്ക് തന്നെ ഖുറൈശികളുടെ ലിപിയിലാണ്, ഖുറൈശികളുടെ പാരായണത്തിലാണ്. ഖുറൈശികളുടെ പാരായണമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറബി ഭാഷയ്ക്ക് ഒരുപാട് ഡയലക്ട്സ് ഉണ്ട്, ഒരുപാട് പാരായണ രീതികളുണ്ട്, ഒരുപാട് വായനാ രീതികളുണ്ട്. വായനാരീതികളെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. അത് വായനയുടെ രീതിയല്ല, ഡയലക്റ്റ് എന്നുള്ളതിൻ്റെ മലയാളം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് സംസാര ഭാഷയുടെ രീതികളാണ്. ആ സംസാര ഭാഷകളുടെ രീതികൾ, ആ രീതികൾക്ക് ഹർഫ് എന്ന് പറയും. ഒരുപാട് ഹർഫുകൾ അറബി ഭാഷക്കുണ്ട്. സ്വാഭാവികമാണ്, മലയാളത്തിനുണ്ട്. എഴുത്ത് ഭാഷ ഇല്ലാത്തൊരവസ്ഥ ആലോചിച്ച് നോക്കുക.
തിരുവനന്തപുരത്തുകാരൻ പറഞ്ഞത് കാസർഗോട്ടുകാരന് മനസ്സിലാക്കാൻ പ്രയാസമാണ് പലതും. നമുക്കിന്ന് എഴുത്ത് ഭാഷയുണ്ട്, സ്റ്റാൻഡേർഡായിട്ടുള്ള ഭാഷയുണ്ട്, അത് അച്ചടി ഭാഷയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് ഉപയോഗിക്കുന്നു. എന്നാൽ സംസാര ഭാഷയോ വ്യത്യസ്തമാണ്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലത്ത് സംസാര ഭാഷയാണ് വ്യാപകമായി നിലനിൽക്കുന്നത്. എഴുത്ത് ഭാഷ അങ്ങനെ കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നില്ല. നമുക്കറിയാമല്ലോ, അറബികൾ, പ്രത്യേകിച്ച് മക്കക്കാർ, അവരെക്കുറിച്ച് അറിയപ്പെട്ടിരുന്നതിന് ഉമ്മി എന്നാണ്, അഥവാ എഴുത്തും വായനയും അറിയാത്തവർ. അത്തരം ആളുകൾക്ക് അത്തരം ആളുകൾക്കിടയിലേക്ക് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ പ്രാഥമികമായി ഖുറൈശികളുടെ സ്റ്റാൻഡേർഡായിട്ടുള്ള അറബിയിലായിരുന്നു. ഖുറൈശി ഭാഷയാണ് സ്റ്റാൻഡേർഡായിട്ടുള്ള ആധാര ഭാഷയായി അറിയപ്പെടുന്നത്, ശുദ്ധമായ അറബി ഭാഷ. തീർച്ചയായും ഇങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടാൻ ആരംഭിച്ചത്. പിന്നീട് ഇസ്ലാമിലേക്ക് വ്യത്യസ്ത ഗോത്രങ്ങൾ കടന്നു വന്നു. ഗോത്രങ്ങൾ കടന്നു വന്നപ്പോൾ ഈ ഖുറൈശികളുടെ ഹർഫിൽ ഉള്ള അറബി ഭാഷയിലുള്ള പരിശുദ്ധ ഖുർആൻ്റെ പാരായണം അവരിൽ പലർക്കും പ്രയാസം അനുഭവപ്പെട്ടു തുടങ്ങി. കാരണം അവരുടെ ഗ്രാമ്യഭാഷ, അവരുടെ ഗോത്രഭാഷ, ഗോത്രത്തിലെ ഹർഫ് അതുമായി യോജിച്ച് വരുന്നതല്ല പരിശുദ്ധ ഖുർആനിലെ പല പ്രയോഗങ്ങളും. അപ്പം അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ഇക്കാര്യം പറഞ്ഞു. ഇക്കാര്യം പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 7 തരം ഹർഫുകളിൽ ഖുർആൻ അല്ലാഹു തന്നെ പ്രവാചകൻ അവതരിപ്പിച്ചു കൊടുത്തു. ഇതെല്ലാം ഹദീസുകളിൽ, സഹീഹ് മുസ്ലിമിലുള്ള ഹദീസുകളിൽ, പ്രാമാണികമായ ഹദീസുകളിൽ വ്യാപകമായി വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ സംക്ഷിപ്തമാണ് ഞാനിവിടെ പറയുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 തരത്തിൽ പരിശുദ്ധ ഖുർആൻ പടച്ചവൻ തന്നെ അവതരിപ്പിച്ചു കൊടുത്തു, 7 ഹർഫുകളിൽ. ഈ 7 ഹർഫുകളിൽ അവതരിപ്പിച്ചപ്പോൾ പ്രവാചകൻ വ്യത്യസ്തങ്ങളായ ഗോത്രങ്ങൾക്ക്, വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് 7 ഹർഫുകൾ പഠിപ്പിച്ചു കൊടുത്തു. ഈ 7 ഹർഫുകൾ 7 തരത്തിലുള്ള ഖുർആൻ രീതികളാണ്. ആ രീതികളിൽ സ്വാഭാവികമായും ഒരു പ്രദേശത്ത് ഉപയോഗിക്കുന്ന പദമാവില്ല മറ്റേ പ്രദേശത്ത് ഉപയോഗിക്കുന്നത്. ആ രൂപത്തിലുള്ള പദപരമായ വ്യത്യാസങ്ങൾ പോലും ഉണ്ടായിരുന്നു. ആ വ്യത്യാസങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു. പ്രവാചകൻ്റെ കാലത്ത് തന്നെ ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ചില ആളുകൾ, ചില സ്വഹാബിമാർ പരിശുദ്ധ ഖുർആൻ ഓതി. മറ്റ് ചില സ്വഹാബിമാർ പറഞ്ഞു, ഇത് ഞങ്ങൾക്കറിയുന്ന രൂപത്തിലല്ലല്ലോ ഇത്. അങ്ങനെ 2 കൂട്ടരും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തെത്തി. പ്രവാചകനോട് ചോദിച്ചു, ഇതെന്താ പ്രവാചകരെ, ഈ ആയത്ത് ഇയാൾ ഇങ്ങനെയാണല്ലോ ഓതുന്നത്, ഞാൻ പ്രവാചകൻ എന്ന് പഠിപ്പിച്ച് ഇങ്ങനെയാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടും ശരിയാണ്. 7 ഹർഫുകളിൽ അള്ളാഹു എനിക്ക് ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ 7 ഹർഫുകളിലും ഞാൻ പലർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില വ്യത്യാസങ്ങളുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച അള്ളാഹു അവതരിപ്പിച്ചതാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞപ്പോഴും ഈ ഹർഫുകളിലുള്ള പാരായണം നിലനിന്നു. തീർച്ചയായും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലെ 1ാമത്തെ പരിശുദ്ധ ഖുർആൻ്റെ ക്രോഡീകരണം, അന്ന് ഖുറൈശികളുടെ ഹർഫിൽ തന്നെ ഖുർആൻ ക്രോഡീകരണം നിർവഹിച്ചു. പക്ഷേ അത് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചപ്പോൾ ആ സമയത്ത് 7 കോപ്പികൾ എടുത്തു. 7 കോപ്പികൾ എടുത്തപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച പാരായണ രീതികളുണ്ടായിരുന്നു. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, വ്യത്യസ്തങ്ങളായ ഗോത്രങ്ങൾക്ക് പ്രവാചകൻ പഠിപ്പിച്ച വ്യത്യസ്ത ഭാഷാശൈലിയാണ്, അതിനാണ് ഹർഫ് എന്ന് പറയുക. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൻ്റെ പാരായണ രീതികൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് ഖിറാഅത്തുകൾ എന്ന് പറയും. വ്യത്യസ്ത പാരായണ രീതികൾ, അത് 1, 2, 3, 4 ഒന്നുമല്ല, ഒരുപാട് പാരായണ രീതികൾ. ഒരേ ഖുർആൻ തന്നെ പാരായണം ചെയ്യപ്പെടേണ്ട രീതികളാണത്. ആ രീതികൾ വ്യത്യസ്ത സഹാബിമാർ പഠിച്ചിട്ടുണ്ട്. ആ സഹാബിമാർ പഠിച്ച രീതികൾ, ഈ രീതികളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ രേഖകളുണ്ടാക്കി.
ഈ രീതികൾ ഉൾക്കൊണ്ടപ്പോൾ തന്നെ ഈ ഹർഫുകളിൽ ഉള്ള വ്യത്യാസങ്ങളുണ്ടല്ലോ, ആ വ്യത്യാസങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ 7 കോപ്പികൾ ഉണ്ടാക്കിയത്. അഥവാ വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാഷാപരമായി അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണ് വ്യത്യസ്ത ഹർഫുകളിലുള്ളത്. പക്ഷേ ചില പ്രയോഗങ്ങളിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ തന്നെ, സൂറത്തുൽ ഫാത്തിഹയിൽ മാലിക് യൗമുദ്ദീൻ എന്നുള്ള ആയത്തുണ്ട്. നമ്മളെല്ലാവരും മാലിക് യൗമുദ്ദീൻ എന്നാണ് ഓതുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മലിക് യൗമുദ്ദീൻ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് വേറൊരു ഹർഫാണ്. അത് പഠിപ്പിച്ചത് റസൂലുള്ള പഠിപ്പിച്ചത് തന്നെയാണ്. അങ്ങനെയും ഓതാവുന്നതാണ് എന്നർത്ഥം. ഈ രണ്ടും 2 ഹർഫുകളാണ്. ഈ 2 ഹർഫുകളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് പരിശുദ്ധ ഖുർആന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിക്കുകയും മുസ്ഹഫുകളാക്കി വ്യത്യസ്ത പ്രവിശ്യ തലസ്ഥാനങ്ങളിലേക്ക് കൊടുത്തയക്കുകയും ചെയ്തത്. അപ്പോൾ അന്ന് 7 ഹർഫുകളിലുള്ള വ്യത്യാസങ്ങളുള്ള സ്ഥലങ്ങളിലുള്ള വ്യത്യാസങ്ങൾ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കൊടുത്തയച്ചതെന്നർത്ഥം. ഇതോടൊപ്പം തന്നെ അദ്ദേഹം പാരായണക്കാരെയും പറഞ്ഞയച്ചിരുന്നു വ്യത്യസ്തങ്ങളായ ദേശങ്ങളിലേക്ക്. ആ പാരായണക്കാരിലൂടെ പരിശുദ്ധ ഖുർആൻ്റെ വ്യത്യസ്ത രീതികളിലുള്ള പാരായണങ്ങൾ ലോകത്തുള്ള ആളുകൾ അഭ്യസിച്ചു. ആ പാരായണങ്ങളിലുള്ള ഞാനീ പറഞ്ഞ ഹർഫ് വ്യത്യാസം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ പഠിച്ചത്. തീർച്ചയായും ആ പാരായണ രീതികൾ ലോകത്ത് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പ്രചരിച്ചു. ആ പാരായണ രീതികളിൽ ഇന്ന് പ്രസിദ്ധമായ വർഷ്, ഹർഫ്, കാലൂണ് എന്നീ തുടങ്ങിയ പാരായണ രീതികളുണ്ട്. ആ പാരായണ രീതികളിൽ തന്നെ ചില വാക്കുകളിൽ വ്യത്യാസമുണ്ട്. ഞാൻ മാലിക് എന്ന് പറഞ്ഞതുപോലെ ഈ വ്യത്യാസങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പാരായണ രീതികളെ ഉൾക്കൊള്ളുന്ന മുസ്ഹഫുകളുണ്ട്. ഈ മുസ്ഹഫുകൾ ലോകത്തെല്ലാവർക്കും പരിചയമുള്ളതാണ്, മുസ്ലിങ്ങൾക്ക് പരിചയമുള്ളതാണ്. 10 തരം അംഗീകരിക്കപ്പെട്ട പാരായണ രീതികളുണ്ട്, അഥവാ മുതവാത്തിറായ പാരായണ രീതികൾ എന്ന് പറയുക. ഈ 10 പാരായണ രീതികളും അറിയാവുന്ന പണ്ഡിതന്മാരുണ്ട്. ആ 10 പാരായണ രീതികളെയും കുറിച്ചുള്ള ഗ്രന്ഥങ്ങളുണ്ട്. 10 പാരായണ രീതികളിലെയും വ്യത്യാസങ്ങളെ വിശദീകരിക്കുന്ന പുസ്തകങ്ങളുണ്ട്. ഇതെല്ലാം മുസ്ലിം ലോകത്തുള്ള ആരും മറച്ചു വെക്കുന്നതല്ല, ഇതെല്ലാം ഉണ്ട്. ഈ 10 പാരായണ രീതികളിലുമുള്ള ഗ്രന്ഥങ്ങളുണ്ട്. 10 അല്ലാത്ത പാരായണ രീതികളിലുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അവ മുത്തവാത്തിറല്ല എന്നുള്ളൂ. അങ്ങനെ പാരായണം ചെയ്യുന്നതിന് വിരോധമില്ല, അത് സ്വഹീഹാണെങ്കിൽ. മുത്തവാത്തിറായ 10 പാരായണ രീതികളുണ്ടെന്നർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഈ പാരായണ രീതികളിലുള്ള മുസ്ഹഫുകൾ പല സ്ഥലങ്ങളിലുണ്ട്. ഈ മുസ്ഹഫുകൾ കളക്ട് ചെയ്തിട്ട് 26 തരം മുസ്ഹഫുകളുണ്ട് എന്ന് പറയാണ്. സത്യത്തിൽ ഇതിലുള്ള പാരായണ വ്യത്യാസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചത് തന്നെയാണ്. അത് വ്യത്യസ്ത ഖുർആനുകളല്ല, ഒരേ ഖുർആനിൻ്റെ വ്യത്യസ്ത പാരായണങ്ങളാണ്. ആ പാരായണങ്ങളിലുള്ള ഹർഫ് വ്യത്യാസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചതാണ്. പാരായണങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചതാണ്. അത് ഭയങ്കര ഒരു സംഭവമായി കിട്ടി എന്നുള്ള നിലക്ക് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രീതിയിൽ തന്നെ സംരക്ഷിച്ചിരിക്കുന്നു എന്നതിനുള്ള തെളിവാണിത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയാണ്, 7 തരം ഹർഫുകളിൽ അള്ളാഹു എനിക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഹർഫുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഹർഫുകളിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് സ്വഹാബിമാർക്കറിയാം. ഈ ഹർഫുകളിലുള്ള വ്യത്യാസങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഖുറൈശികളുടെ ഹർഫിൽ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഖുറൈശികളുടെ ഹർഫ് എന്ന് പറയുമ്പോൾ ഖുർആൻ അവതരിപ്പിക്കപ്പെടാൻ ആരംഭിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി വെച്ച ഹർഫാണത്. അതിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിനെ ഒരു മുസ്ഹഫിലായി ഏകീകരിച്ചു. അങ്ങനെ ഏകീകരിച്ച സന്ദർഭത്തിൽ തന്നെ ഹർഫിലുള്ള വ്യത്യാസങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ മുസ്ഹഫ് പഠിപ്പിക്കുകയും ചെയ്തു. വ്യത്യസ്ത പാരായണ രീതികളിൽ അത് നിലനിൽക്കുകയും ചെയ്യുന്നു. ഇതിൽ യാതൊരു രൂപത്തിലും ഒളിച്ചു വെക്കേണ്ടതായിട്ടൊന്നുമില്ല. മുസ്ലിങ്ങൾക്ക് ഇത് പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ മുസ്ലിങ്ങൾ ലോകത്തുള്ള വ്യത്യസ്തങ്ങളായ ഖുർആനുകളെക്കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ പാരായണ രീതികളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ എഴുതുമില്ല. ഇത് എല്ലാവർക്കും ആ ഖുർആൻ പണ്ഡിതന്മാർക്ക് അറിയാവുന്നതാണ്. സാധാരണ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതത്ര പ്രസക്തമല്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഹഫ്സ് രീതിയിലുള്ളതാണെങ്കിലും വർഷ് രീതിയിലുള്ളതാണെങ്കിലും എല്ലാം അതിന് എല്ലാം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരമുള്ളതാണ്. ആ പ്രവാചകൻ അംഗീകരിച്ചിട്ടുണ്ട് എന്നത് ഹദീസുകളിലുണ്ട്, ആ സ്വഹിയായ ഹദീസുകളിൽ തന്നെ ഉണ്ട്. ഈ പാരായണ രീതികളെല്ലാം പ്രവാചകനിൽ നിന്ന് ഇന്ന് വരെ ഒരുപാട് സ്വഹാബിമാരിലൂടെ, ഒരുപാട് താബികളിലൂടെ, ഒരുപാട് പിൽക്കാലക്കാരിലൂടെ പകർന്ന് ലഭിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിലുള്ള വ്യത്യാസങ്ങൾ കയറി പിടിച്ചിട്ട് ഖുർആനിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല.
അത് യഥാർത്ഥത്തിൽ വിമർശകരുടെ നിലവാരം കുറക്കുക മാത്രമേയുള്ളൂ. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ അതിലുള്ള ഹർഫ് വ്യത്യാസങ്ങൾ കൂടി അതേപോലെ ഇന്നും നിലനിൽക്കുന്നു, അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇത് നാം ആകുന്നു അവതരിപ്പിച്ചത്, നാം അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുമെന്നത്.